വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റീഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ നല്ല ചൂടല്ലേ, വെളിയിൽ ഭയങ്കര ചൂടാണ്. മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിൽ വന്നിട്ട് പഴയൊരു ചൂട് വന്നേക്കാണ്. അപ്പോൾ റീഫ്രഷിംഗ് ആയിട്ട് നമുക്കൊരു 3 ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ എടുക്കുന്നത് തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ നല്ല ചെറിയ പീസായിട്ട് എന്നിട്ട് അതൊന്ന് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അതിൻ്റെ പൾപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടിന് നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അതിലേക്ക് കുറച്ച് ചെറിയ നാരങ്ങ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മിൻറ്റ് ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൻറ്റ് ലീഫ് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഐസ് ക്യൂബ് ഇട്ട് കുടിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഡയോ അല്ലെങ്കിൽ സ്പ്രൈറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്പ്രൈറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു വാട്ടർമെലൻ്റെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാൻ എടുക്കാൻ പോകുന്നത് മുന്തിരിയാണ്. ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാം, പച്ച മുന്തിരിയോ അല്ലാതെ ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാം. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതും ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് അതൊന്ന് അടിച്ച് എടുക്കുന്നുണ്ട്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് 2 ടേബിൾ സ്പൂണായിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതിലേക്ക് കുറച്ച് നാരങ്ങ വട്ടത്തിലരിഞ്ഞ് ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ അതിലിറങ്ങും. ഞാൻ ക്രഷ് ചെയ്യുന്നില്ല. പുതിനയില ഇട്ട് കൊടുത്തു. പിന്നെ ഐസ് ക്യൂബ്സ്, പിന്നെ സ്പ്രൈറ്റോ സോഡയോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ 3 ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് എടുത്തന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുടിക്കാനായിട്ട്. നല്ല ചൂടത്തൂന്ന് കയറി വരുമ്പം തണുപ്പിച്ച് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. നല്ലൊരു ഗ്യാസൊക്കെ വരുമ്പോൾ സ്പ്രൈറ്റിൻ്റെ രുചിയും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അടുത്തതായി ഞാൻ എടുക്കുന്ന ഫ്രൂട്ട് മാംഗോ ആണ്. മാംഗോ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഇതിൽ കുടിച്ചതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് മാംഗോയുടെയാണ് കേട്ടോ. മാംഗോ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര വെച്ച് അതൊന്ന് അരിച്ചെടുത്ത് അതിൻ്റെ പൾപ്പ് ഒന്ന് എടുത്തിട്ട് അതൊന്ന് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതിൽ കുടിച്ചതിൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് മാംഗോയും സ്പ്രൈറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റി ഒരു ഫ്ലേവറായിട്ട് തോന്നി കേട്ടോ. 2 ടേബിൾ സ്പൂൺ മാംഗോയുടെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നാരങ്ങ ഒരു കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പുതിനയില, ഐസ് ക്യൂബ്സ്, പിന്നെ സ്പ്രൈറ്റോട് ആഡ് ചെയ്ത് കൊടുക്കുക. സെയിം തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാംഗോയുടെ തന്നെയാണ്. പിന്നെ ഗ്രേപ്സിൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. നമ്മുടെ വാട്ടർമെലൺ അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ചൂടത്തു കയറി വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടിയാലും കുടിക്കില്ലേ, അത് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടാകുമ്പം കുറച്ചുകൂടെ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.